നമസ്കാരം. യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ഉത്തർപ്രദേശിലെ സർക്കാരിന് എന്താണ് സംഭവിക്കുന്നത്? യോഗി രാജിവെക്കണമെന്ന് പറയുന്ന നേതാക്കളുടെ പ്രവർത്തകരുടെ പിന്നിൽ ആരാണ്? യോഗിയെ തകർക്കാൻ ശ്രമം നടത്തുന്നത് മോദിയോ? അങ്ങനെയാണെങ്കിൽ മോദി എന്തിന് യോഗിയെ ഭയപ്പെടുന്നു? നമ്മൾ പരിശോധിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി യു പി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയങ്ങളെപ്പറ്റി. അതായത് യു പിയിൽ യോഗി ആദിത്യനാഥ് നല്ല രീതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പെർഫോം ചെയ്തില്ല എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്ന് പറയുന്നത്. യോഗി ആദിത്യനാഥ് രാജിവെക്കണം എന്ന് തന്നെയാണ് ഭൂരിഭാഗം പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ തവണ 62 സീറ്റുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തവണ 33 സീറ്റിലേക്ക് ഒതുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതെങ്ങനെ ഉണ്ടായി എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതിന് വലിയ കാരണക്കാർ BJP അധ്യക്ഷനും അതായത് ഭൂപേന്ദർ ചൗധരിയും ഈ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുമാണ് എന്നൊക്കെയാണ് പല ആളുകളും പറയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവിടുത്തെ പ്രവർത്തകർ പറയുന്ന ഒരു ഡയലോഗ്, യു പിയിലെ പാർട്ടിയും സർക്കാരും ഒക്കെ തകർന്നു, കേന്ദ്രം ഇടപെടണേ എന്നായിരുന്നു. അത് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്, പണ്ടൊക്കെ ഈ അന്തിച്ചർച്ചയിൽ BJP-കാർ വന്നിരിക്കുമ്പോൾ LDF സർക്കാരിനെ കടന്നാക്രമിക്കാൻ, മുഖ്യമന്ത്രി പിണറായി വിജയനെ കടന്നാക്രമിക്കാൻ സ്ഥിരം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. നോക്കൂ, യു പിയിലേക്ക് ഞങ്ങളുടെ യോഗി ആദിത്യനാഥിനെ കണ്ടുപിടിക്കൂ, കണ്ടില്ലേ UP മോഡൽ എന്നൊക്കെ. അതൊക്കെ പറയുമ്പോൾ തേനും പാലും ഒക്കെയാണ് ഒലിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ യു പി എന്ന് കേൾക്കുമ്പോൾ, യോഗി എന്ന് കേൾക്കുമ്പോൾ പേടിയാണ്. കാരണം വേറൊന്നുമല്ല, അതായത് അതൊക്കെ ഒരു ഗിമ്മിക്ക് നമ്പറായിരുന്നു എന്ന കാര്യം തെളിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ യു പിയിൽ മൊത്തത്തിൽ ഈ BJP രാഷ്ട്രീയം തകർന്നടിഞ്ഞ ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ലക്നൌവിൽ ഒരു പ്രവർത്തക സമിതി യോഗമൊക്കെ നടത്തിയിരുന്നു. ഒരു 15 പേജുള്ള ഒരു റിപ്പോർട്ടൊക്കെ അവിടെ സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിലെന്തൊക്കെയാണ് പറയുന്നത് എന്ന് പറയും മുമ്പ് യോഗി ഈ വിഷയത്തെ പറ്റി പറഞ്ഞ ഒരു കാര്യവും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞൊരു കാര്യം കൂടി നമുക്ക് ചേർത്ത് വായിക്കാം. യോഗി പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് അമിത ആത്മവിശ്വാസമാണ് തോൽവിയിലേക്ക് നയിച്ചത്. മാത്രവുമല്ല, നമ്മൾ ഇന്ത്യ സഖ്യത്തെ അങ്ങ് നിസാരക്കാരായി കണ്ടു, അത് നമുക്ക് വലിയ തോൽവിക്ക് കാരണമായി മാറി എന്നാണ് യോഗി പറഞ്ഞ് നൈസായിട്ട് കൈയൊഴിയുന്നത്. അരവിന്ദ് കെജ്രിവാൾ കുറച്ച് നാളുകൾക്ക് മുമ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഡൽഹിയിൽ പ്രസംഗിക്കുന്നതിനിടയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതിങ്ങനെയായിരുന്നു: ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞൊരു 3 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും മോദി തന്നെ പതിയെ യോഗിയെ പിടിച്ച് പുറത്താക്കുമെന്ന്. അതിന് കാരണമായിട്ട് പറഞ്ഞത്, അതായത് ആ ഇലക്ഷൻ സമയത്തൊക്കെ നമ്മൾ കേട്ടിരുന്നല്ലോ, ഇനിയിപ്പോൾ പ്രധാനമന്ത്രി ആയി വരാൻ സാധ്യത യോഗി ആയിരിക്കും. കാരണം നരേന്ദ്രമോദിയെ ഇനി മുന്നോട്ട് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള മെച്ചമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം ഗുജറാത്ത് മോഡൽ എന്നൊക്കെ പറഞ്ഞാണല്ലോ ആ സമയത്തൊക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് പോയിരുന്നത്. ഗുജറാത്ത് മോഡൽ ഒരു തകർന്നടിഞ്ഞ അധ്യായമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. ഇനി UP മോഡലാണ് ട്രെൻഡ്, UP മോഡൽ എന്ന് പറഞ്ഞ് മുന്നോട്ടിറങ്ങിയാലാണ് കാര്യമുള്ളൂ എന്ന് ആ സമയങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് വന്നിരുന്നതാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും യോഗിക്കും ചെറിയൊരു ആത്മവിശ്വാസമൊക്കെ ഉയർന്നു. യോഗി ഒരുപക്ഷെ പ്രധാനമന്ത്രി ആയേക്കാം, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായിട്ട് യോഗി വരട്ടെ എന്നൊരു തീരുമാനം BJP എടുക്കുമോ എന്ന് മോദി വരെ ഞെട്ടി. അതുകൊണ്ട് പാർട്ടിക്കകത്തുനിന്ന് തന്നെ തനിക്ക് ഒരു എതിരാളി ഉയർന്നു വരാൻ ഒരിക്കലും മോദി ആഗ്രഹിക്കുന്നില്ല, മോദി അടിച്ചമർത്തും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് വേണം സംശയിക്കാൻ. ഇനി യോഗി മോദിക്ക് പണി കൊടുത്താണോ എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് അതിനൊന്ന് നമുക്ക് വിശകലനം ചെയ്യാൻ കഴിയുക? അതായത് ദേശീയ മാധ്യമങ്ങളിലൊക്കെ യോഗിയെക്കുറിച്ച് എഴുതുന്നു, യോഗി പ്രധാനമന്ത്രിയാകട്ടെ, യോഗിയെ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കേവല ഭൂരിപക്ഷത്തിന് മുകളിൽ ലഭിക്കും എന്നൊക്കെ പറയുന്നു. യോഗിയും ഒരുപാട് സ്വപ്നം കാണുന്നു. പെട്ടെന്ന് എന്താണ് ഇലക്ഷൻ വന്നപ്പോൾ പ്രചാരണ ആയുധമായി അവരുടെ വാക്യമായിട്ട് പുറത്തേക്ക് വരുന്നത് മോദി ഗ്യാരണ്ടി എന്നുള്ളതായിരുന്നു. UP മോഡൽ എന്ന് പറഞ്ഞ് നടക്കുമെന്ന് വിചാരിച്ച യോഗി ഞെട്ടി. മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞപ്പോൾ തന്നെ കാര്യം മനസ്സിലായി, ഇക്കുറി ഒരു രക്ഷയില്ല എന്ന്. മോദി ഗ്യാരണ്ടിയൊക്കെ പറഞ്ഞു കിടന്ന അവസാനം 8 നിലയിൽ പൊട്ടി. വെറും പൊള്ളയായ ഗ്യാരണ്ടി ആയിരുന്നു എന്ന് ജനങ്ങൾ മനസ്സിലായപ്പോൾ വീണ്ടും ഒന്ന് ടേൺ ചെയ്ത് നോക്കി. രാമക്ഷേത്രത്തിന്റെ കഥ പറഞ്ഞു നോക്കൂ, ഉത്തർപ്രദേശിലേക്ക് രാമക്ഷേത്രത്തിലേക്ക് നോക്കൂ, ശ്രീരാമനെ നോക്കൂ, വോട്ട് ഞങ്ങൾക്ക് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് നടന്നു നോക്കി. ഒരാളും തിരിഞ്ഞു നോക്കിയില്ല. അവസാനം ഉത്തർപ്രദേശിൽ എന്താണ് സംഭവിച്ചത്? 62 സീറ്റുണ്ടായത് 33 സീറ്റിലേക്ക് ഒതുങ്ങിയപ്പോൾ എന്തൊക്കെ സംഭവിച്ചു? അതായത് അയോധ്യയിൽ അവർക്ക് സീറ്റ് നഷ്ടപ്പെടുന്ന കാഴ്ച. അതുപോലെ തന്നെ നമുക്കറിയാം 7 കേന്ദ്രമന്ത്രിമാരാണ് അവിടെ തോറ്റത്. സ്മൃതി ഇറാനിയും അജയ് മിശ്രയും ഒക്കെ അതിൽ പെടും എന്നുള്ളതാണ്. സ്മൃതി ഇറാനി ഇലക്ഷന് രാഹുൽ ഗാന്ധിയോട് എന്താണ് പറഞ്ഞത്? ധൈര്യമുണ്ടെങ്കിൽ ഇങ്ങ് അമേഠിയിൽ വന്ന് മത്സരിക്കൂ, എന്നിട്ട് എന്നെ തോപ്പിച്ച് കാണിക്കൂ, ഞാൻ വെല്ലുവിളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ്. അവസാനം എന്താണ് സംഭവിച്ചത്? കോൺഗ്രസിന്റെ കിഷോരിലാൽ ശർമ്മയോട് 1.63 ലക്ഷം വോട്ടിന് തോക്കുന്ന സാഹചര്യമാണ് സ്മൃതിക്കുണ്ടായത്. അജയ് മിശ്രയൊക്കെ നല്ല 8 നിലയിൽ പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായല്ലോ. അജയ് മിശ്രയുടെ മകനുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളൊക്കെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അതായത് കർഷകരുടെ മേത്തേക്ക് വാഹനം ഓടിച്ച് കയറ്റി കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് അവിടുത്തെ ജനങ്ങൾ തന്നെ മറുപടി കൊടുത്തു, തോപ്പിച്ച്
തൊപ്പി ഇടിപ്പിച്ചു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി ആരെയാണ് തോപ്പിച്ചത്? യോഗി ആദിത്യനാഥ് മന്ത്രിസഭയിലെ ദിനേശ് പ്രതാപ് സിംഗിനെ 8 നിലയിൽ തോപ്പിച്ചു. 3 ലക്ഷം വോട്ടിനാണ് അദ്ദേഹത്തെ തോപ്പിച്ചത്. 3 ലക്ഷം വോട്ടിന് തോക്കുക എന്നൊക്കെ പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കണേ. മാത്രമാണോ, യോഗി ആദിത്യനാഥിന്റെ മന്ത്രിസഭയിലെ ജയ്വീർ സിംഗ് എന്ന് പറയുന്ന ഒരു നേതാവ് ആരോടാണ് തോറ്റത്? SP നേതാവായിട്ടുള്ള അഖിലേഷ് യാദവിന്റെ ഭാര്യ ഡിംപിൾ യാദവിനോടാണ് തോറ്റത്. അതും വലിയ ഭൂരിപക്ഷത്തിനാണ് അവിടെ ഡിംപിൾ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ 2 മന്ത്രിമാരും 7 കേന്ദ്രമന്ത്രിമാരും തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതായത് സ്മൃതി, മഹേന്ദ്രനാഥ് പാണ്ഡെ, സഞ്ജീവ് ബല്യാൻ, അജയ് മിശ്ര, നിരഞ്ജൻ ജ്യോതി, കൗശൽ കിഷോർ, ഭാനു പ്രതാപ് സിംഗ് വർമ്മ, അങ്ങനെ പോകുന്നു ആ ലിസ്റ്റുകൾ. ഇനി നമുക്ക് ഈ റിപ്പോർട്ടിലേക്ക് വരാം. റിപ്പോർട്ട് രസകരമായിട്ടുള്ള റിപ്പോർട്ടാണ്. അതായത് ഇന്ത്യ മുന്നണിയെ കണ്ട് നന്നായിട്ട് പേടിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ 15 പേജുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് അർഹതപ്പെട്ടവർക്കുള്ള സംവരണ നിഷേധം, ഉദ്യോഗസ്ഥ ഭരണം തുടങ്ങി നിരവധി കാരണങ്ങളാണ് കേട്ടോ ഈ 15 പേജുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ വായിക്കാം. അതായത് 6 കാരണങ്ങളാണ് പ്രധാനമായിട്ടും ഈ പരാജയത്തിന് കാരണമായിട്ട് BJP കാണുന്നത്. ഉദ്യോഗസ്ഥ ഭരണത്തെ പറ്റിയാണ്. സംസ്ഥാനങ്ങളിലെ MLA-മാർക്ക് അധികാരങ്ങളില്ലെന്നും എല്ലാം നിയന്ത്രിക്കുന്നത് ജില്ലാ മജിസ്ട്രേറ്റും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘമാണെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ഉദ്യോഗസ്ഥർ എങ്ങനെ പാർട്ടി പ്രവർത്തകർക്ക് പകരമാകും എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. അങ്ങനെ ഒരു രീതിയിലേക്ക് എത്തിച്ച യോഗി ആദിത്യനാഥാണ്. യോഗി ആദിത്യനാഥ് അങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ടാണ് തോൽവിക്ക് കാരണമെന്ന് അതിൽ പറയുന്നു. പിന്നെ പറയുന്നത് ചോദ്യപേപ്പർ ചോർച്ച, OBC അടക്കം അർഹതപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണ നിഷേധം തുടങ്ങിയ പരാജയ കാരണങ്ങളായിട്ട് ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷമായിട്ട് 15 തവണയാണ് ചോദ്യപേപ്പർ ചോർന്നതെന്നും അതിൽ പറയുന്നു. ഇതൊക്കെ തിരിച്ചടിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെമ്പാടും സർക്കാർ ജോലികളിൽ കരാർ ജീവനക്കാരെ നിയമിച്ചത് സംവരണം നിർത്തലാക്കുന്നുവെന്ന പ്രതീതി ഉണ്ടാക്കി. ഇങ്ങനെ നിയമിക്കപ്പെട്ടവർ കൂടുതലും മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ ഇന്ത്യ മുന്നണി പറയുന്നതൊക്കെ വളരെ ശരിവെക്കുന്ന രീതിയിലായി പോയി. അതൊക്കെ BJPക്ക് ലഭിക്കുമെന്ന് കരുതിയ കുർമി, മൗര്യ, ദളിത് വോട്ടുകളിലും വലിയ ഇടിവുണ്ടായി. പാർട്ടിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ദളിത് വോട്ടുകളുടെ ആകെ 1/3 മാത്രമാണ് ഇത്തവണ ലഭിച്ചത്. BSPക്ക് വോട്ട് കുറഞ്ഞതും കോൺഗ്രസ് പല മേഖലകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചതും പാർട്ടിക്ക് തിരിച്ചടിയായെന്ന് റിപ്പോർട്ടിലുണ്ട്. ഇവ കൂടാതെ ഭരണഘടനയെ സംബന്ധിച്ചുള്ള പാർട്ടി നേതാക്കളുടെ പല വിവാദ പരാമർശങ്ങളും ജനങ്ങളെ പാർട്ടിയുടെ നിലപാടുകളിൽ സംശയം ഉളവാക്കിയിട്ടുണ്ടെന്നുമൊക്കെയാണ് പറയുന്നത്. അതായത് ഞങ്ങൾ ഭരണഘടന തിരുത്തും എന്നൊക്കെ രീതിയിലൊക്കെ പലരും പറഞ്ഞിരുന്നല്ലോ. മനുസ്മൃതി കൊണ്ടുവരും എന്നൊക്കെ രീതിയിൽ പല പ്രതികരണങ്ങൾ നടത്തിയതും ഒക്കെ വലിയ ദോഷമായെന്ന് പറയുന്നു. മാത്രമല്ല അഗ്നിപഥ് പോലുള്ള പദ്ധതികൾ ജനങ്ങൾക്കിടയിൽ വലിയ പ്രശ്നമുണ്ടാക്കിയെന്നൊക്കെ പറയുന്നു. അങ്ങനെ വലിയ കുറേ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ഇന്ത്യ മുന്നണി നല്ല തകർത്തടിച്ച് വിജയമാണ് നേടിയത്. കാര്യം അവർ അധികാരത്തിൽ വന്നില്ലെങ്കിൽ പോലും ഒരു അധികാരം കിട്ടിയതിന് തുല്യമാണെന്ന് യോഗി ആദിത്യനാഥ് പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. ആദ്യ തവണ നരേന്ദ്രമോദി മത്സരിക്കുമ്പോൾ 3.7 ഭൂരിപക്ഷം. 2ാം തവണയായപ്പോൾ അത് 4.7 പിന്നീട് എന്താണ്, കുത്തനെ താഴ്ന്ന സാഹചര്യമാണ് ഉണ്ടായത്. 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനൊക്കെയാണ് നരേന്ദ്രമോദി ജയിച്ചത്. എന്നാൽ രാഹുൽ ഗാന്ധി ജയിച്ചതോ 3 ലക്ഷത്തിനും 4 ലക്ഷത്തിനും ഒക്കെ മുകളിൽ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. അതായത് കൂടുതൽ നരേന്ദ്രമോദിയേക്കാൾ കൂടുതൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ കേൾക്കാൻ ജനം ആഗ്രഹിക്കുന്നു എന്ന ഒരു കാര്യമല്ലേ അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. എന്തായാലും നരേന്ദ്രമോദി സർക്കാർ യോഗി ആദിത്യനാഥിനെ വേട്ടയാടുകയാണോ എന്ന് ചോദിച്ചാൽ ഒരു കണക്കിന് അങ്ങനെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വെക്കാം. അതായത് മോദിയുടെ ഒരു വല്ലാത്ത രീതിയിലുള്ള റിവെഞ്ച് ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. 400 സീറ്റ് കടക്കും എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. ഈ UP നോട്ടം ഇട്ടുകൊണ്ടാണ് 62 സീറ്റ് കിട്ടുമോ എന്നൊക്കെ വിചാരിച്ചാണ് പറഞ്ഞത്. പക്ഷേ ഒന്നും നടന്നില്ല. അപ്പോൾ പിന്നെ യോഗിയെ പാഠം പഠിപ്പിക്കുകയാണ് മോദിയും സംഘവും ഒക്കെ. എന്തായാലും ഇത്തരം വിഷയങ്ങളൊക്കെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തിയത് വലിയൊരു സന്തോഷമുണ്ട്. കാരണം ഇത്രയും നാളും മോദിപ്പേടിയിൽ പല മാധ്യമങ്ങളും ഇതൊന്നും അന്തിച്ചർച്ചയ്ക്ക് പോലും എടുക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് ആ മാധ്യമങ്ങളൊക്കെ ഇത് അന്തിച്ചർച്ച നടത്തി തുടങ്ങി. അന്തിച്ചർച്ച ചെയ്യാനൊക്കെ അവർ തുനിഞ്ഞു. അത് ഇന്ത്യ മുന്നണി ശക്തമായതുകൊണ്ടാണ്. എന്തായാലും ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്കെടുക്കുന്നതും ഇത്തരം വിഷയങ്ങളൊക്കെ വിശകലനം ചെയ്യുന്നതുമൊക്കെ വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഏത് മാധ്യമങ്ങൾ ചെയ്താലും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്. എന്തായാലും യോഗിയുടെ സീറ്റ് തെറിക്കുന്നുണ്ടെങ്കിൽ അത് മോദിയുടെ കളിയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ചില വസ്തുതകളൊക്കെയാണ് കാണാൻ പറ്റുന്നത് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്.